ഹായ് ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് അച്ചാർ ഉണ്ടാക്കിയാലോ. വളരെ സിമ്പിളായിട്ട് ഈ സുർക്കട കുത്തലും ഒന്നുമില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്നൊരു ബീഫ് അച്ചാർ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി കഴുകി വെള്ളമൊക്കെ വാർത്തതിൻ്റെ ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ബീഫ് മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഒരു 5-6 വിസിൽ വരെ വേവിക്കാൻ വെക്കുമ്പോൾ കുക്കറിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ബീഫിൽ തന്നെ വെള്ളം ഉണ്ടാവും, അതന്നെ ഉണ്ടെങ്കിൽ വറ്റിച്ചെടുക്കുക. എന്നിട്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് നല്ലെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഈ ബീഫ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഞാൻ ഇവിടെ എല്ലാ ബീഫും കൂടെ ഒന്നിച്ചിട്ടിട്ടാണ് ഫ്രൈ ആക്കണത്. ഒന്ന് നന്നായി ഫ്രൈ ആയി വരുമ്പോൾ ഇതുപോലെ കോരിയെടുക്കാം. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ നോക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി നുറുക്കിയിട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു ഫുള്ളായിട്ടുള്ള വെളുത്തുള്ളി ചെറിയ കഷ്ണമാക്കിയിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കുക കേട്ടോ. ഇനി ഇത് രണ്ടും നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് കറിവേപ്പിലും ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അങ്ങനെ ഇതെല്ലാത്തൊന്ന് റെഡി ആയതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം അച്ചാറും പൊടി കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറണ വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. തീ നന്നായിട്ട് കുറച്ചിട്ടുണ്ടാവണം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് നമ്മൾ പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. സുർക്ക വേണ്ടവർക്ക് സുർക്ക ചേർത്ത് കൊടുക്കുക. സുർക്കയുടെ കുത്തൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് അച്ചാറിന് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു 3/4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ചെറിയ ഗ്ലാസ്സിന് ഒരു 3/4 ഗ്ലാസ് വെള്ളത്തിൽ ഒരു 2 നാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി ഉണ്ടല്ലോ, വെള്ളത്തിലിട്ടിട്ട് കുതിർത്തതിൻ്റെ ശേഷം അതിൻ്റെ പൾപ്പ് എടുത്തിട്ടാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ ബീഫ് എടുക്കുക അതിനനുസരിച്ചിട്ട് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പ് വേണമെന്നുള്ളവർക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ബീഫിലൊക്കെ ഉപ്പുണ്ട്, അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നമ്മുടെ ബീഫ് അച്ചാർ സെറ്റാവും കേട്ടോ. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ സുർക്കയുടെ കുത്തലൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ബീഫ് അച്ചാർ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.